സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ലോകപ്രശസ്തമായ കോഴിക്കോട് ബീച്ച്. ഒരു സായാഹ്നം ആസ്വദിക്കാൻ ഞാനും എൻ്റെ വൈഫും കൂടി ഇവിടേക്ക് എത്തിയതാണ്. അപ്പോൾ ഇവിടെ കണ്ട കാഴ്ച ഞങ്ങളെ ഓരോരുത്തരെയും അമ്പരപ്പെടുത്തി. കാരണം ഇന്നെന്ന് പറഞ്ഞാൽ ജനസാഗരമായിരുന്നു. ഈ കാണുന്ന സാഗരത്തേക്കാൾ വലിയ ജനസാഗരമായിരുന്നു ഈ കടൽക്കരയിലൂടെ അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ? ഇതേപോലെ കണ്ണെത്താ ദൂരത്തോളം ജനങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ന്. പക്ഷേ ഇതൊന്നുമല്ല ഞങ്ങളെ ഞെട്ടിച്ച കാര്യം. ഇതിനു മുന്നേ മനോഹരമായൊരു മറ്റൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? മനോഹരമായൊരു സൂര്യാസ്തമയം. ഈ ഒരു അസ്തമയം കാണാൻ തടിച്ചുകൂടിയ ജനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. പക്ഷേ ഈ സൂര്യൻ അസ്തമിക്കുന്ന കടലിൻ്റെ തീരം കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ അവശിഷ്ടങ്ങളാണ്. മനുഷ്യൻ കടലിലേക്ക് എറിഞ്ഞു, കടലത് തിരിച്ച് വീണ്ടും നമ്മൾക്ക് തന്നെ തന്നു. ആ ഒരു അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ ഭീകരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഞാൻ കാണിച്ചു. ഈ അവശിഷ്ടങ്ങൾ കണ്ടില്ലേ? ഇതിൽ ഒന്നുപോലും പ്രകൃതിയിൽ നിന്നുള്ള അവശിഷ്ടങ്ങളില്ല. എല്ലാം മനുഷ്യനിർമ്മിതമായ അവശിഷ്ടങ്ങൾ. ഇനി ഒരു ഭീകരമായ കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഷൂവിൽ കണ്ടില്ലേ? ഈ ഒരു ഷൂവിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കണ്ടില്ലേ? കൊതുക് മുട്ട വിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ഭയാനകമായ കാഴ്ച അറിയതെല്ലാം. കടലിന് സമാന്തരമായി ഈ അവശിഷ്ടങ്ങളും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന കാഴ്ചക്കാർക്കെല്ലാം ആ കടലിൻ്റെ തിര കാണണമെങ്കിൽ ഈ ഒരു അവശിഷ്ടങ്ങൾ മറികടന്ന് വേണം പോകാൻ. അതിന് അത്യാവശ്യം ടാസ്ക് ഉണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ വന്നിട്ട് ചെറിയൊരു ചാക്ക് കെട്ടുകൊണ്ടൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലം നടന്ന് കയറിയിട്ട് വേണം പോകാൻ. ആ ഒരു കാഴ്ച കണ്ടില്ലേ? ഇങ്ങനെ ആ ഒരു ചാക്കിൽ ചവിട്ടി വേണം അക്കരെ കടന്ന് കടലിൻ്റെ തിര കാണാൻ. അഥവാലൊന്ന് ചവിട്ടിയ കാല് സ്ലിപ്പായാൽ നേരെ കിടക്കുന്നത് ഈ മലിനമായ ജലത്തിലേക്കാണ്. പിന്നെ അവൻ്റെ ഒരവസ്ഥ പറയുകയേ വേണ്ട. ആ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ആ മലിനമായ ജലത്തിനരികിൽ സുഖനിദ്രയിലിരിക്കുന്ന ഒരു തെരുവുനായ. എന്ത് സുഖത്തിലറിയാം പുള്ളിക്കാരൻ്റെ ഉറക്കം. അങ്ങനെ പല കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. അവിടെ കുറേ ഗോമാതാക്കളുണ്ട്. അവരുടെ അടുത്തൊന്ന് പോയി നോക്കാം. കണ്ടില്ലേ? അവരിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ആരെങ്കിലും വളർത്തുന്നതാണോ എന്താണ് ഒന്നും അറിയില്ല. കണ്ടില്ലേ? ഞങ്ങളെ കണ്ടപ്പോൾ ആ ഒരു ബഹുമാന സൂചകമായി അവരെല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ജനങ്ങളെല്ലാം നോക്കി നിൽക്കുന്ന ഒരു കടൽ കണ്ടില്ലേ? തിരിച്ച് കടലിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടലിന് കാണുന്നത് നമ്മുടെ ഈ മോശമായ കരയാണ്. പക്ഷേ നമുക്ക് കടലിൽ തരുന്ന ആ ഒരു ഫ്രെയിം കണ്ടില്ലേ? എന്ത് മനോഹരമായ ആ ഒരു ഫ്രെയിമാണ് നമ്മൾക്ക് ആ കടൽ കാണിച്ചു തരുന്നത്. പക്ഷേ നമ്മൾ കാണിക്കുന്നത് ആ ഒരു കടലിൻ്റെ തീരം കണ്ടില്ലേ? കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കളർ ഷെയ്ഡ് തന്നെ കണ്ടില്ലേ? എന്ത് മനോഹരമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റുള്ള മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? കുറച്ച് കായികാധ്വാനമൊക്കെ വേണ്ട അപ്പുറത്തേക്ക് കിടക്കാൻ. കോഴിക്കോട് ടൗണിലെ ഹോട്ടലിലെ ഫ്ലാറ്റുകളിലെ എല്ലാം മലിനമായ ജലം ഇതാ പരസ്യമായി കടലിലേക്ക് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ണടയ്ക്കുന്ന ഒരു വലിയ വിപത്തിലേക്കാണ് ഈ കാഴ്ചകൾ വിരൽ ചൂണ്ടുന്നത്. പ്ലാസ്റ്റിക്കും മറ്റ് കക്കൂസ് മാലിന്യങ്ങളും വന്നു നിറയുന്ന ഈ കടൽവെള്ളം എത്രത്തോളം മാരകമാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടോ? ഈ മലിനജലം കൂടിച്ചേരുന്നിടത്താണ് ആ പിഞ്ചോമനകൾ കളിക്കുന്നത്. ഇതെല്ലാം അവരുടെ രക്ഷിതാക്കൾ കരയിൽ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ടും അവരുടെ രക്ഷിതാക്കൾ അവരുടെ ഒന്ന് വിലക്കുകയോ അല്ലെങ്കിൽ കുറച്ചപ്പുറത്ത് പോയി മാറി കുളിക്കുകയെന്ന് പറയുകയോ ചെയ്യുന്നില്ല. അവർ കണ്ടില്ലേ? ആ ഒരു കാഴ്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പം നമ്മുടെ അവസ്ഥ. വലിയൊരു ആരോഗ്യ ഭീഷണി തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. മാരകമായ ചർമ്മരോഗങ്ങൾക്ക്, വയറിളക്കം, മറ്റ് പകർച്ചവ്യാധികൾ എന്നിവയ്ക്കാണ് നമ്മളിവിടെ സ്വയം വഴിമാറി കൊടുക്കുന്നത്. സന്തോഷിക്കാൻ വന്നിട്ട് വലിയൊരു രോഗവുമായിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് തന്നെ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ ഈ അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇനിയെങ്കിലും കോഴിക്കോട് ബീച്ചിനെ നമുക്ക് വീണ്ടെടുക്കണം. ഈ കാഴ്ചകൾ മാറണം. അതിന് നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. വലിച്ചെറിയുന്ന ഓരോ പ്ലാസ്റ്റിക് കവറും കുപ്പിയും തിരിച്ചു വരുന്നത് നമ്മുടെയും നമ്മുടെ മക്കളുടെയും ആരോഗ്യത്തിലേക്ക് തന്നെയാണ്. അധികാരികളുടെ ശ്രദ്ധക്കുറവ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതൊരു വശത്തുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വീഴ്ച നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടല്ലോ. അത് ശരിക്കും ബോധമില്ലായ്മയാണ്.
ആ ബോധമില്ലായ്മയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. എന്ത് മനോഹരമായ കാഴ്ചയാണ് കോഴിക്കോട് ബീച്ച് നമുക്ക് സമ്മാനിക്കുന്നത്. ആ ഒരു കാഴ്ച കാണാൻ കൂടിയിരിക്കുന്നവരാണ് ഇവരെല്ലാം. കണ്ടില്ലേ, കടലിന് അഭിമുഖമായിട്ടാണ് അവരെല്ലാം ഇരിക്കുന്നത്. അവരവിടെ കടല കഴിക്കുന്നുണ്ട്, ലേസ് കഴിക്കുന്നുണ്ട്, സ്നാക്സ് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മിനറൽ വാട്ടർ വാങ്ങി കുടിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം വേസ്റ്റ് അവരവരുടെ ഡസ്റ്റ് ബിന്നിലിടാതെ ആ ഒരു കടൽ തീരത്ത് നിക്ഷേപിച്ച് പോകുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. രാവിലെ മറ്റൊരു ദൃശ്യം, ഉച്ചയ്ക്ക് മറ്റൊരു ദൃശ്യം, വൈകുന്നേരത്ത് അതിനേറെ മനോഹരമായൊരു ദൃശ്യമാണെങ്കിൽ സന്ധ്യ ആകുമ്പോൾ കണ്ടില്ലേ എന്ത് മനോഹരമായ ദൃശ്യമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ ഒരു ബീച്ച്. മാറ്റം ഇവിടെ തുടങ്ങണം. ഈ ബീച്ച് നമ്മുടേതാണ്. ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇനിയെങ്കിലും ഈ അഴുക്കുവെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ്, ഇവിടെ മാലിന്യം തള്ളുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കൂ.